ഇതിൻ്റെ സ്ലീവ്സിലാണ് ഞാനിപ്പോൾ ഈ ഒരു പാറ്റേൺ വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. പാറ്റേൺ ആദ്യം ഞാനൊരു ട്രേസിങ് പേപ്പറിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ട്രേസിങ് പേപ്പറിൽ ഈ ഒരു പാറ്റേൺ വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വരയ്ക്കുമ്പോഴേ വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിലേക്ക് ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് അതിന് മേളിൽ പാറ്റേൺ വെച്ച് ഇതിൻ്റെ മേളിൽ കൂടെ വരക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ താഴത്ത് ആ ഒരു ബ്ലൂ സ്റ്റെയിൻ അവിടെ അങ്ങനെ കിടക്കും. ആ ബ്ലൂ സ്റ്റെയിൻ ചിലപ്പോൾ ക്ലോത്തിൽ അവിടെ ഇവിടെയൊക്കെ ആവാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കാർബൺ പേപ്പർ വെച്ചിട്ട് വരയ്ക്കാറില്ല. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ട്രേസിങ് പേപ്പറിലേക്ക് ഈ ഒരു പാറ്റേൺ വരച്ചെടുത്തിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ താഴത്താണ് വെക്കുന്നത്. താഴത്ത് വെച്ചിട്ട് നമ്മുടെ ഹീറ്റ് ഇറേസ് പെന്നുണ്ട്, നമ്മൾ അയേൺ ചെയ്യുമ്പോൾ മാഞ്ഞു പോകുന്ന ആ ഒരു ഇങ്കുള്ള പെന്നുണ്ട്, ഹീറ്റ് ഇറേസ് പെന്നുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ ഞാൻ വരച്ചെടുക്കുന്നത്. ചോക്ക് കൊണ്ടൊക്കെ നമ്മൾ വരച്ചാൽ ചിലപ്പോൾ അത് മാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പാറ്റേൺസ് നമുക്ക് ഗൂഗിളിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഒരു പേജസിലൊക്കെ ഇതേപോലെ പാറ്റേൺസ് അവൈലബിൾ ആണ്. അതല്ലാതെ ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയും പാറ്റേൺസ് കിട്ടും.